യുഎഇയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകളാണ് ഇന്നും നമുക്ക് പറയാനുള്ളത്. ഇന്ന് യുഎഇയിൽ പലയിടങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് NCM നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഒമാൻ കടൽ പ്രക്ഷുബ്ധമായിരിക്കും. 6 അടി ഉയരത്തിൽ വരെ തിരമാലകൾ വീശാൻ സാധ്യതയുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പിൽ NCM പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ചുകളിൽ പോകുന്നവർ, ഇപ്പം കടലിൽ കുളിക്കാൻ പോകുന്നവരും സ്വിമ്മിംഗ് അടക്കമുള്ള മറ്റ് മറൈൻ ആക്ടിവിറ്റീസിനൊക്കെ പോകുന്നവർ അതിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. രാജ്യത്ത് ഇന്നലെ മിക്ക എമിറേറ്റുകളിലും വ്യാപകമായ രീതിയിൽ മഴ പെയ്തു. ദുബായിലും ഷാർജയിലും റാസൽ ഖൈമയിലും ഫുജൈറയിലും എന്ന് വേണ്ട സാമാന്യം നല്ല രീതിയിൽ തന്നെയാണ് മഴ പെയ്തത്. റാസൽ ഖൈമയിൽ ഇന്നലെ ഉച്ചയോടെ പെയ്ത മഴയിൽ മരുഭൂമികളിലേക്കുള്ള റോഡുകളിലും പാതകളിലും എല്ലാം വെള്ളം നിറഞ്ഞ് ഗതാഗത തടസ്സമൊക്കെ അനുഭവപ്പെട്ടു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ റാസൽ ഖൈമ, ഫുജൈറ, ദുബായ് എമിറേറ്റുകളിൽ യെല്ലോ അലേർട്ടും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അസ്ഥിര കാലാവസ്ഥയിൽ ആവശ്യമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നും വീടിന് പുറത്തിറങ്ങുന്നവർ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതൽ എടുക്കണമെന്നുമാണ് കാലാവസ്ഥാ കേന്ദ്രം ഓർമ്മപ്പെടുത്തുന്നത്. ഡിസംബർ 31 ഉച്ച തിരിഞ്ഞതിന് ശേഷം രാജ്യത്ത് ശക്തമായിട്ടുള്ള തണുപ്പ് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതായത് ഡിസംബർ 31 നമ്മൾ പുതുവത്സരാഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആ ഒരു രാത്രിയിൽ ശക്തമായ അതികഠിനമായ തണുപ്പിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് NCM ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പുതുവത്സരാഘോഷങ്ങളിൽ പങ്കുചേരുക എന്നാണ് NCM ഓർമ്മപ്പെടുത്തുന്നത്.